PK ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. ഇത് വേൾഡ് ജോഗ്രഫിയുടെ ക്ലാസ് ആണ്. ഭൂഖണ്ഡങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, കോണ്ടിനെന്റ്സ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഏകദേശം സിലബസ് ഒക്കെ നമ്മൾ സിലബസ് അനുസരിച്ചിട്ടുള്ള SCRT പുതിയ മാറിയിട്ടുള്ള SCRT ക്ലാസ്സുകളും ഒക്കെ കമ്പൈൻ ചെയ്താണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വേൾഡ് ജോഗ്രഫിയുടെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് നോക്കുന്നത്, ഭൂഖണ്ഡങ്ങൾ. ക്ലാസ്സിലേക്ക് കടക്കാം. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോണ്ടിനെന്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കരഭാഗവും പിന്നെ അതുപോലെ തന്നെ കടൽ, അതായത് ഓഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഓഷൻ കോണ്ടിനെന്റ്സ്, ഈ സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായിട്ടുള്ള കരഭാഗമാണ് ഭൂഖണ്ഡങ്ങൾ. അങ്ങനെ നമ്മുടെ ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ തന്നെ നോക്കാം അല്ലേ. ഏഷ്യ, പിന്നെ അതുപോലെ യൂറോപ്പ്, ആഫ്രിക്ക, പിന്നെ ഓസ്ട്രേലിയ, പിന്നെ അമേരിക്ക എടുക്കുമ്പോൾ തന്നെ നമുക്ക് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക അല്ലെ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഇത്രയാണ് നമുക്ക് വരുന്നത് അല്ലേ. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, പിന്നെ വരുന്നതാണ് ഏത്, അന്റാർട്ടിക്ക വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത്രയാണ് വരുന്നത്. 1 2 3 4 5 6 7 അങ്ങനെ 7 കോണ്ടിനെന്റ് ആണ് നമുക്ക് വരുന്നത്. കേട്ടോ? അങ്ങനെ നമുക്ക് 7 കോണ്ടിനെന്റ് ആണ് ഉള്ളത്. ആ കോണ്ടിനെന്റ്സിൽ തന്നെ ഏറ്റവും വലിയ കോണ്ടിനെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യൻ കോണ്ടിനെന്റ് തന്നെയാണ്. അപ്പോൾ 7 കോണ്ടിനെന്റിൽ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യയാണ് ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ ഉൾപ്പെടുന്നത് തന്നെ തുടങ്ങാം അല്ലേ. ഏഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഭൂഖണ്ഡമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതും ഏറ്റവും കൂടുതൽ കരഭാഗം, അതായത് ഏറ്റവും വലിയ കോണ്ടിനെന്റ് ആണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം, ഭൂമിയുടെ ആകെ കരഭാഗത്തിന്റെ ഏകദേശം 1/3 ഏഷ്യയിലാണ് അല്ലെ. 1/3 ഏഷ്യയിലാണ് വരുന്നത്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യുറാൽ പർവ്വത നിരയാണ് ആരെ തമ്മിൽ വേർതിരിക്കുന്നത്, യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നത് അല്ലെ. അടുത്താണ് കിടക്കുന്നത്, ഏഷ്യ യൂറോപ്പും അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ തമ്മിൽ വേർതിരിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യുറാൽ പർവ്വത നിരയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് മൗണ്ടൻ റേഞ്ചിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിലാണ്. അത് ഏഷ്യയിലാണ് ഉള്ളത്. അപ്പം ഹിമാലയം നോക്കി, യുറാലും നോക്കി അല്ലെ. ഏഷ്യയും യൂറോപ്പും തമ്മിൽ വേർതിരിക്കുന്ന യുറാൽ എന്ന പർവ്വത നിരയും പഠിച്ചു. നമ്മുടെ മൗണ്ട് എവറസ്റ്റ് അല്ലെ, ഹിമാലയൻ പർവ്വത നിരയും പഠിച്ചു. പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ എന്നിവ ഏഷ്യയുടെ ഭൂപ്രകൃതിയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ്. യാങ്സിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി. ഇപ്പോൾ യാങ്സിയാണ് ഏറ്റവും നീളമേറിയ നദി എന്ന് പറയുന്നത്. നദി കൊടുത്തിട്ടുണ്ട്, യാങ്സി താഴ്വരയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. നമ്മൾ പറഞ്ഞു പല കാര്യങ്ങളുണ്ട്. നമുക്ക് മരുഭൂമിയുണ്ട്, പ്ലെയിൻസ് അല്ലേ, ഡെസേർട്ട് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്, പ്ലേറ്റ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എടുത്താൽ പോലും നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏഷ്യ എന്ന് പറയുന്നത് ഇതെല്ലാം ഉള്ള ഒരു വൈവിധ്യമാർന്ന ഒരു ഭൂഖണ്ഡമാണ്. എന്താണ് മരുഭൂമികൾ എന്ന് നോക്കാം. നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് മരുഭൂമി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ സിനിമയിലൊക്കെ പറയും പോലെ അല്ലെങ്കിൽ മണലാരണ്യങ്ങൾ എന്നുള്ളതാണ്. മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് ശീത മരുഭൂമിയുമുണ്ട്, അതുപോലെ ഉഷ്ണ മരുഭൂമിയുമുണ്ട് അല്ലെ. ഈ മണലാരണ്യമുള്ള ഉഷ്ണ മരുഭൂമിയും ശീത മരുഭൂമിയും ഉണ്ട്. ശരിക്കും മരുഭൂമി എന്താണ്, ഡെസേർട്ട് എന്നതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമല്ല മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശം. അത് ഏതായാലും മരുഭൂമിയാണ്. ഇപ്പം നമുക്ക് ശീത മരുഭൂമി ചോദിക്കുമ്പോഴത്തേക്കും എന്താ, വളരെ കുറച്ച് മഴയെ കിട്ടുന്നുള്ളൂ, വിശാലമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണ് എന്നുള്ളതാണ് അല്ലെ. വരണ്ട് കിടക്കുന്നതാണ്, മോയ്സ്ചർ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ അത് മരുഭൂമിയാണ്. ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഉഷ്ണ മരുഭൂമികളെന്നും അതിശൈത്യമാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും, ശീത മരുഭൂമി എന്നും പറയാറുണ്ട്. അപ്പോൾ കോൾഡ് ഡെസേർട്ടും ഹോട്ട് ഡെസേർട്ടും എന്തുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് സമതലങ്ങൾ, പ്ലെയിൻസ് എന്ന് പറയുന്നത്? ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ്. വളരെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന, നിരപ്പായിട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. നദികൾ വഹിച്ചു, എങ്ങനെയാണ് ഈ ഒരു പ്ലെയിൻ ഫോം ചെയ്യുന്നത്? നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ, അലൂവിയൽ ഡിപ്പോസിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ. ഈ ഒരു സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് എക്കൽ സമതലങ്ങൾ. ഇവ പൊതുവെ എങ്ങനെയായിരിക്കും, ഫെർട്ടിലിറ്റി കൂടുതലുള്ള ഒരു സോയിലായിരിക്കും. ഇനി എന്താണ് പീഠഭൂമി എന്ന് പറയുന്നത്, പ്ലേറ്റു എന്ന് പറയുന്നത്? ചുറ്റുമുള്ള പ്രദേശത്ത് നിന്ന് ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയ വിസ്തൃത ഭൂപ്രദേശമാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. അപ്പൊ ചുറ്റുമുള്ള പ്രദേശത്ത് നിന്നും ഉയർന്നു നിൽക്കുകയും ഇനി നിരപ്പായ ഒരു ഉപരിതലം. അപ്പൊ നമുക്കറിയാം പീഠഭൂമി നോക്കിയാലും നമുക്ക് മൗണ്ടൻസ് നോക്കിയാലും തമ്മിൽ ചുറ്റുമുള്ള സ്ഥലത്ത് നിന്ന് ഉയരം കൂടിയതാണ്. പക്ഷേ പീഠഭൂമിയുടെ ഒരു പീഠം പോലെയാണ് അതിന്റെ മുകൾ ഭാഗം കാണുന്നത് അല്ലേ. നോക്കിക്കേ, പീഠം പോലെയാണ്, നിരപ്പായ ഒരു ഉപരിതല സർഫസ് ഏരിയ അതിനുണ്ടാകും. അതാണ് പീഠഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്.
അപ്പം മരുഭൂമികൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള മരുഭൂമികളാണ് അറേബ്യൻ മരുഭൂമി, ഗോബി മരുഭൂമി, താർ മരുഭൂമി. അറേബ്യൻ ഡെസേർട്ട്, ഗോബി ഡെസേർട്ട് ആൻഡ് താർ ഡെസേർട്ട്. ഇനി ഏതൊക്കെ സമതലങ്ങളാണുള്ളത്? സിന്ധു ഗംഗാ സമതലം, മഞ്ചൂരിയൻ സമതലം, ഇതെല്ലാം നമുക്കുള്ള അല്ലെ നമ്മുടെ ഏഷ്യയിലുള്ള സമതലങ്ങൾ, പ്ലെയിൻസ് ആണ്. ഇനി ഏതൊക്കെ പ്ലേറ്റും ആണെന്ന് ചോദിച്ചാൽ ടിബറ്റൻ പ്ലേറ്റും ഉണ്ട്, ഡെക്കാൻ പ്ലേറ്റും ഉണ്ട്. ടിബറ്റൻ പ്ലേറ്റും ഉണ്ട്, ഡെക്കാൻ പ്ലേറ്റും ഉണ്ട്. കാലാവസ്ഥയെ കുറിച്ച് നോക്കാം. ഭൂപ്രകൃതി പോലെ തന്നെ വളരെ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഡൈവേഴ്സിറ്റി, അതായത് ക്ലൈമറ്റിക് ഡൈവേഴ്സിറ്റി, കാലാവസ്ഥയിലൊക്കെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത്. ഏഷ്യൻ കാലാവസ്ഥ അല്ലെ. ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട്. അതായത് നോർത്ത് ഏരിയ എന്ന് പറയുന്നത് പോളാർ റീജിയനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ തണുപ്പ് കൂടുതലായിരിക്കും അനുഭവപ്പെടുന്നത്. ഇനി സമുദ്ര സാമീപ്യം ഉള്ളത് കൊണ്ട് തന്നെ കിഴക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ, മിതമായിട്ടുള്ള ഒരു ചൂടും തണുപ്പും കൂടെയൊക്കെ കലർന്ന ഒരു ഏരിയ ആണ് ഈസ്റ്റേൺ ഏരിയ എന്ന് പറയുന്നത് അല്ലെ. കിഴക്ക് ഭാഗം എങ്ങനെയാണ്? മിതമായിട്ടുള്ളതാണ്. നോർത്തേൺ ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ധ്രുവപ്രദേശത്തൊട്ട് കിടക്കുന്നതാണ്. ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്ക് ഭാഗത്ത്, സൗത്ത് ഭാഗത്ത് എങ്ങനെയാണ്? ചൂട്, ഈർപ്പവും കനത്ത മഴയുമുള്ള ഒരു കാലാവസ്ഥയായിരിക്കും കാണപ്പെടുന്നത്. മരുപ്രദേശമായിട്ടുള്ള പടിഞ്ഞാറ്, അപ്പോൾ ഏഷ്യയുടെ പല ദിക്കുകൾ, അതായത് പല ഡയറക്ഷനിലുള്ള ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. നോക്കിക്കേ, അതിശൈത്യമാണ് നോർത്തിലെന്ന് പറഞ്ഞു. അവിടെയാണ് സൈബീരിയ അല്ലെ, അതിശൈത്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഈസ്റ്റിൽ നോക്കിക്കേ, ഈസ്റ്റിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്, അല്ലെ, സമുദ്ര സാമീപ്യമൊക്കെ ഉണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻ റോക്ക് ആ ഏരിയയിലാണ് കാണപ്പെടുന്നത്. അറേബ്യ, വെസ്റ്റേൺ ഏരിയ നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ. പടിഞ്ഞാറ് ഭാഗത്ത് ഭയങ്കര ചൂടാ, വെസ്റ്റേൺ ഏരിയയിൽ ചൂടായതുകൊണ്ട് അവിടെ അറേബ്യൻ മരുഭൂമി, അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഏഷ്യ ഇത്രയും വളരെ അല്ലെ, ശരിക്കും അങ്ങറ്റം ഇങ്ങറ്റം അല്ലെ, രണ്ട് ധ്രുവങ്ങൾ, രണ്ട് പോളെന്ന് തന്നെ പറയാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് ഓരോ ഏരിയയ്ക്കും. ഇപ്പം നമ്മൾ അറേബ്യൻ മരുഭൂമിയിൽ പോകുന്നത് പോലെയല്ല മൗസിൻ റോക്ക്. അപ്പോൾ അത്രയും വ്യത്യാസമുള്ള, വളരെ കാലാവസ്ഥയിൽ ഇത്രയും വ്യത്യാസമുള്ള ഒരു ഭൂഖണ്ഡമാണ് ഏഷ്യൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. കാലാവസ്ഥയിലെ വ്യത്യാസം അനുസരിച്ചിട്ട് തന്നെ ആ ഏരിയയിൽ എങ്ങനെ ഉണ്ടാവും? വളരെ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള സസ്യജന്തുജാലങ്ങളും ഉണ്ടായിരിക്കും. കാര്യം ഇത്രയും ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള ആളാണ് അല്ലെ, ഏരിയ ആണ്, കോണ്ടിനെന്റാണ്. അപ്പോൾ ഏഷ്യയിലെ ചില സസ്യജന്തുജാലങ്ങളെ നോക്കിക്കേ. റഫ്ലേഷ്യയുണ്ട്, നീലക്കുറിഞ്ഞിയുണ്ട്, ഹിമപ്പുലിയുണ്ട്, ചുവന്ന പാണ്ട, ഇതെല്ലാം ഏഷ്യൻ കോണ്ടിനെന്റിൽ കാണപ്പെടുന്നതാണ്. ഇനി ഇവിടുത്തെ ജനജീവിതം എങ്ങനെയാണ്? ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് അല്ലേ. ലോക ജനസംഖ്യയുടെ 60%, ഏറ്റവും വലിയ ഭൂഖണ്ഡവുമാണ്, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഈ ഒരു ഏഷ്യയിലാണ്. ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും ഏഷ്യയിൽ തന്നെയാണ്. ഇത്രയും പേർക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. രണ്ടാമത്തെ കോണ്ടിനെന്റ് നമ്മൾ നോക്കുന്നത് ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആണ്. വലിപ്പത്തിൽ ഇനി രണ്ടാം സ്ഥാനം. അപ്പോൾ ആദ്യത്തെ ഒന്നാമനെ നമ്മൾ നോക്കി, നമ്മൾ ഉൾപ്പെടുന്ന ഏഷ്യൻ കോണ്ടിനെന്റ് രണ്ടാം സ്ഥാനത്തുള്ളതാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പെക്യുലാരിറ്റി അല്ലെ. നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഒരുപോലെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭൂഖണ്ഡം അത് ആഫ്രിക്കയാണ്. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ മൂന്നും കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡം അത് ആഫ്രിക്കയാണ്. വിശാലമായിട്ടുള്ള സാവന്ന പുൽമേടുകൾ, സാവന്ന ഗ്രാസ്ലാൻഡ്സ് മുതൽ ഇടതൂർന്ന മഴക്കാടുകൾ വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഒരു ഭൂപ്രകൃതിയാണ് ഏതിനുള്ളത്? ആഫ്രിക്കയ്ക്കുള്ളത്. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി ആയിട്ടുള്ള സഹാറയും ഉഷ്ണമേഖല മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ഇതിന്റെ സവിശേഷതയാണ്. അതായത് നമുക്കിപ്പോൾ ഏഷ്യ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അല്ലെ, അങ്ങറ്റവും ഇങ്ങറ്റവും എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ സാവന്ന പുൽമേടും ഉണ്ട് അല്ലെ, വളരെ പൊക്കം കുറഞ്ഞിട്ടുള്ള പുൽമേട് തൊട്ട് മഴക്കാടുകൾ വരെയുള്ള ഒരു ഏരിയ ആണ് അല്ലെ. സഹാറ ഉഷ്ണമേഖലയും കോങ്കോ സഹാറ ഉഷ്ണമേഖല, അതുപോലെ തന്നെ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടം ഒക്കെ ഉള്ളത് എവിടെ തന്നെയാണ്? ആഫ്രിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള നൈല് ആഫ്രിക്കയിലൂടെയാണ് ഒഴുകുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന പർവ്വതമാണ് ടാൻസാനിയയിലുള്ള കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ നോക്കാം. നമുക്കറിയാം ഭൂമധ്യയുടെ ഇരുവശങ്ങളിലേക്ക് ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ്. എങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളൊക്കെ അവിടെ പ്രകടമായിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ എന്ന് പറയുന്നത് മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അല്ലേ. നമുക്കൊരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് അവിടെ കിട്ടുന്നത്. സഹാറ മരുഭൂമി, ഉഷ്ണമേഖല മഴക്കാടുകൾ, ഇതിന് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് നോക്കാം. ഭൂമിയിൽ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ. വിശാലമായ മണൽമേടുകൾ, പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്രവിഭാഗക്കാരും സഹാറയുടെ സവിശേഷതയാണ്. അപ്പോൾ പാറകൾ നിറഞ്ഞ പീഠഭൂമികൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ, നിരവധി സസ്യജന്തുജാലികളും ഉണ്ട്. പക്ഷെ ഇവരെങ്ങനെയാണ് വളരെ ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു ചൂടിനെയൊക്കെ
റെസിസ്റ്റ് ചെയ്ത് അവിടെ ജീവിക്കുന്നവരാണ്. അവിടെ തന്നെ എന്തുകൊണ്ട് കുറേ അനേകം ഗോത്ര വിഭാഗക്കാരുമുണ്ട്. ഇനി ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്താണെന്ന് നോക്കാം. ഉഷ്ണമേഖലാ മഴക്കാടുകൾ അല്ലെ, ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, അതായത് ഭൂമധ്യരേഖാ പ്രദേശമാണ്. അവിടെ കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഇവിടെ വർഷം മുഴുവനും ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു. നമുക്ക് ചിന്തിക്കും നമ്മൾ അവിടെ ഇഷ്ടമാതിരി ചൂട് ലഭിക്കുന്നത്, അല്ലെങ്കിൽ സൺറൈസ് കിട്ടുന്നത് കൊണ്ട് അവിടെ മഴ കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ അവിടെ കൺവെക്ഷൻ റെയിൻഫോൾ എന്ന് പറയുന്നത് നന്നായിട്ട് കിട്ടുന്നതാണ് അല്ലേ. ഈ ചൂട് പിടിക്കുന്ന വായു മുകളിലേക്ക് പോയി ക്ലൗഡായിട്ട് ഫോം ചെയ്ത് മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് ഭൂമധ്യരേഖാ പ്രദേശത്ത് നന്നായിട്ട് മഴ കിട്ടും. ഇങ്ങനെ മഴ ലഭിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ആ പ്രദേശങ്ങൾ വളരുന്ന കാടുകളാണ്, ഇവയ്ക്ക് മഴക്കാടുകൾ എന്നാണ് പേര് ലഭിച്ചിരിക്കുന്നത്. ഭൂമിയിൽ മറ്റേതൊരു ആവാസ വ്യവസ്ഥയെക്കാളും കൂടുതൽ സസ്യജന്തുജാലുക്കൾ ഈ മഴക്കാടുകൾ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. അപ്പം നമുക്ക് ഇവിടെ മാത്രമല്ല, നമുക്ക് സൗത്ത് അമേരിക്കയിൽ ആമസോൺ ഉണ്ട്, അതുപോലെ ആഫ്രിക്കയിൽ കോങ്കോ, അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ എന്തുണ്ട്, അതുപോലെ മലേഷ്യ, ഇന്തോനേഷ്യയിലൊക്കെ ഈ ഒരു റെയിൻ ഫോറസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള സസ്യജന്തുജാലങ്ങളെ നോക്കുകയാണെങ്കിൽ ജൈവവൈവിധ്യത്തിൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖലാ മഴക്കാടുകളും. ഇനി ഇവിടെയുള്ള സെറംഗറ്റിയിലെ ജന്തുജാലങ്ങളല്ലേ, അവിടെയുള്ള ഒരു സെറംഗറ്റിയിൽ നിന്നും ജന്തുജാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാലിക കുടിയേറ്റം, അതായത് സീസണൽ ആയിട്ടുള്ള മൈഗ്രേഷൻ നടത്താറുണ്ട്. ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ്. അപ്പോൾ സെറംഗറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു നാഷണൽ പാർക്ക് പോലെ ഒരു ഇതാണ്. അവിടെ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ജന്തുജാലങ്ങൾ കാലികമായിട്ടുള്ള മൈഗ്രേഷൻ നടത്തുന്നുണ്ട്. ആഫ്രിക്കയിലെ ജന്തുജാലങ്ങളെ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, ബയോബോബ് വൃക്ഷം, കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ, ഇതൊക്കെയാണ് അവിടുത്തെ ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, എന്താണ് സെറംഗറ്റി എന്ന് നോക്കാം. സീസണൽ മൈഗ്രേഷൻ, അവിടുത്തെ സെറംഗറ്റിയിലെ സീസണൽ മൈഗ്രേഷൻ എന്താണെന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായിട്ട് മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം, സീസണൽ ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ. ഇപ്പം അവിടെ താമസിക്കുന്ന മൃഗങ്ങൾക്ക് ആ ഉള്ള കാലാവസ്ഥയെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് കുറച്ച് ആ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് അവിടെ നിന്ന് നീങ്ങി വേറൊരു കാലാവസ്ഥാ മേഖലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ ഭക്ഷണം കിട്ടുന്നെങ്കിലും ആ ഒരു സമയത്ത് ഭക്ഷണം കിട്ടുന്നില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ദീർഘദൂരം സഞ്ചരിച്ച് പോകും. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു സ്ഥലത്ത് സെറംഗറ്റിയിലുള്ള ഒരു സീസണൽ മൈഗ്രേഷൻ. ഇവിടെ നോക്കിക്കേ, സെറംഗറ്റിയിൽ ദശലക്ഷത്തിന് കണക്കിന് സീബ്രകളും ഗസലുകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ നേടി ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ്. ആഫ്രിക്കയിലുടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ, ജീവജാലങ്ങളുടെ നിലനിൽപ്പ് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ആഫ്രിക്കയിലുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് അല്ലേ, അത് ഈ ഒരു സീസണൽ മൈഗ്രേഷനിലൂടെ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടുത്തെ ഒരു ജനജീവിതം നോക്കാം. ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും അതുപോലെ അഗ്രികൾച്ചറിനെ വളരെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് അതിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരുമാണ്. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക. പുരാതന നാഗരികതയിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. അല്ലെ, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ സിന്ധു നദീതട സംസ്കാരം പോലെ ഒരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം അത് ഉടലെടുത്തത് ഏത് കോണ്ടിനെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ടതാണ് വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്ക, പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് എന്നീ സമുദ്രങ്ങളെ ചുറ്റപ്പെട്ടിട്ടുള്ള ഈ ഇത്രയും സമുദ്രങ്ങൾ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. ലോകത്തിൽ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഒരു കോണ്ടിനെന്റ് ആണ് ഏത്, നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വതനിരകളാണ് റോക്കിയും അതുപോലെ അപ്പലേച്ചൻ എന്നിവ. ഈ ഭൂഖണ്ഡത്തിൽ ഫലഭൂഷ്ടിയമായിട്ടുള്ള സമതലങ്ങളാണ് മഹാസമതലങ്ങൾ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുൽമേടുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, പാമ്പാസ് എന്ന് പറയുമ്പോൾ സൗത്തിൽ കൂടി അല്ലെ, തറയിൽ കൂടി സൗത്ത് അമേരിക്ക. പ്രയറീസ് ആകുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നല്ലേ, പ്രേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നോർത്ത് അമേരിക്ക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിസോറി, മിസിസിപ്പി ഉൾപ്പെട്ട ധാരാളം നദികളുണ്ട് അല്ലെ. മിസോറി, മിസിസിപ്പി ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികളാണ്. പഞ്ചമഹാ തടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധ തടാകങ്ങൾ എവിടെയുണ്ട്, നോർത്ത് അമേരിക്കയിലുണ്ട്. വടക്കേ അമേരിക്കയിൽ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയാണ് ഗ്രാൻഡ് കാനിയോൺ എന്ന് പറയുന്നത് അല്ലെ. ഗ്രാൻഡ് കാനിയോൺ, ഈ ഗ്രാൻഡ് കാനിയോൺ എന്ന് പറയുന്നത് ഏത് നദിയിലെ ഒരു എന്താണ് ഇറോഷണൽ ആക്ടിവിറ്റിയിട്ടാൽ ഫോം ചെയ്തതെന്നൊക്കെ നമുക്ക് അറിയാം. നമ്മൾ ഫിസിക്കൽ ജോഗ്രഫിയിലൊക്കെ നോക്കിയിട്ടുള്ളതാണ്. കൊളറാഡോ നദിയുടേതാണ് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് കാനിയോൺ എന്താണെന്ന് നോക്കാം. ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വരെ വീതിയും 1500-ലധികം ആഴവുമുള്ള ഒരു വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാനിയോൺ എന്ന് പറയുന്നത്. കൊളറാഡോ നദിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇത് പെട്ടെന്ന് രൂപപ്പെട്ടതല്ല.
ഇത് ദശലക്ഷക്കണക്കിന് വർഷമെടുത്ത് ആ നദി കഷ്ടപ്പെട്ട് അല്ലെ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബൃഹത് താഴ്വരയാണിത്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നോർത്ത് അമേരിക്കയുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ധ്രുവ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. വടക്ക് നോർത്ത് ഏരിയയിൽ എങ്ങനെയാണ്? അതിശൈത്യമാണ്. വടക്ക് നിന്നും തെക്കോട്ട് നീങ്ങും തോറും താരതമ്യേന എങ്ങനെയാണ്? നോർത്തിൽ നിന്നും സൗത്തിലോട്ട് വരുംതോറും ഈ ഒരു ടെമ്പറേച്ചർ കൂടി വരുവാണ്, വർദ്ധിച്ചു വരുവാണ് ചെയ്യുന്നത്. ഇവിടെ സസ്യജാലങ്ങളെ നോക്കുവാണെങ്കിൽ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളാണ് ഇവിടെ ഉള്ളത്. ആവാസ കേന്ദ്രമാണ് വടക്കേ അമേരിക്ക. പടിഞ്ഞാറ് ഭാഗത്തുള്ള സെക്വയ വനങ്ങളും മഹാസമതലങ്ങളിലെ പുൽമേടുകളും ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി ഇവിടെ ഉണ്ടാകുന്ന ചില സസ്യജന്തുജാലങ്ങളെ നമുക്ക് നോക്കാം. കാലിഫോർണിയ പോപ്പി, പിന്നെ അതുപോലെ തന്നെ സക്വരോ കള്ളിമുൾ ചെടി ഉണ്ട് അവിടെ. മൂസ് എന്ന് പറയുന്ന ഈ ഒരു ജീവി. ഇതാണ് അവിടുത്തെ ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ എന്നൊക്കെ പറഞ്ഞു. ഇനി ജനജീവിതം നോക്കാം. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. അനുകൂല കാലാവസ്ഥയും ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നു. മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ, അതായത് എസ്കിമോസ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. എസ്കിമോസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, മഞ്ഞുമൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുക. അപ്പോൾ ഈ ഇന്യൂട്ടുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് നോക്കാം സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നത് ഈ സൗത്ത് അമേരിക്കയിലാണ് അല്ലേ. സൗത്ത് അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസും ഏറ്റവും വലിയ നദിയായിട്ടുള്ള ആമസോണും എവിടെയാണുള്ളത്? ഈ ഒരു സൗത്ത് അമേരിക്കയിലാണുള്ളത്. അതിവിശാലമായ ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിന്റെ ഭൂരിഭാഗം മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷതയാണ് അല്ലെ. ആമസോൺ നദിയാണ് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായിട്ടുള്ള അറ്റക്കാമ സൗത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ഭൂപ്രകൃതി സവിശേഷതയാണ്. ഇവിടുത്തെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശമായതുകൊണ്ട് തന്നെ തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗങ്ങളിൽ കൂടിയ ചൂടും അതുപോലെ സമൃദ്ധമായിട്ടുള്ള മഴയും കിട്ടുന്നുണ്ട്. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്കെന്ന് പറയുന്നത് ശൈത്യ കാലാവസ്ഥയാണ്. അപ്പോൾ ആ ഒരു പൊസിഷൻ നോക്കുമ്പോൾ ഈ സൗത്ത് അമേരിക്കയുടെ നോർത്ത് ഭാഗം വരുന്നത് ഇക്വേറ്റർ റീജിയനിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചൂടായിരിക്കും, പിന്നെ ഇങ്ങോട്ട് വരുന്നത് തണുപ്പുമായിരിക്കും. ഇവിടുത്തെ സസ്യജന്തുജാലങ്ങൾ നോക്കിയാൽ ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടുന്ന തെക്കേ അമേരിക്ക ജൈവ വൈവിധ്യമാണല്ലോ, ബയോഡൈവേഴ്സിറ്റി നന്നായി സമൃദ്ധമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ആമസോൺ മഴക്കാടുകൾ എന്ന് പറയുന്നത്. ആമസോൺ, വാട്ടർ ലില്ലി, അനാക്കൊണ്ട ഇതൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഇടമാണ്. ഇതിനൊക്കെ പ്രസിദ്ധമാണ്. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വത നിരകൾ ആൻഡിയൻ ലൂപ്പിൻ എന്ന പുൽച്ചെടിയുടെ ലാമ പോലുള്ള സസ്തനികളുടെ ഒക്കെ ആവാസ കേന്ദ്രമാണ് ഇവിടം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശങ്ങളൊന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻഡനൽ എന്ന് പറയുന്നത്. സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. നോക്കിക്കേ, ആൻഡിയൻ ലൂപ്പിൻ, ആമസോൺ വാട്ടർ ലില്ലി, ലാമ, പിന്നെ കാപ്പിബാര, അതായത് സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര എന്ന് പറയുന്നതും ഈ ഒരു ഏരിയയിൽ കാണപ്പെടുന്നതാണ്. ജനജീവിതം നോക്കുകയാണെങ്കിൽ തെക്കേ അമേരിക്കയിലെ ജനങ്ങൾ അധികവും കൃഷി, മത്സ്യബന്ധനം, ഇൻഡസ്ട്രി, വ്യവസായത്തിലൊക്കെ ഏർപ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ സൗത്ത് അമേരിക്കയിലെ ആൾക്കാർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അന്റാർട്ടിക്ക. ഇത് എന്ന് പറയുന്നത് ഇവിടെ അന്റാർട്ടിക്ക എന്ന് പറയുന്നത് അറിയാലോ, ഏറ്റവും മഞ്ഞ് മൂടി കിടക്കുന്നത്. ഇതിന്റെ 98% ഹിമവാളികളായിട്ടാണ് കിടക്കുന്നത്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും ഈ ഹിമവാളിയിലാണ് അടങ്ങിയിരിക്കുന്നത്. പൂർണ്ണമായി ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. വിവിധ പഠനങ്ങൾക്കായി ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രി ഭാരതി. നമുക്ക് നോക്കാം ട്രാൻസ് അന്റാർട്ടിക് എന്താണ്? പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ ട്രാൻസ് അന്റാർട്ടിക് എന്ന് പറയുന്ന പർവ്വതനിരയാണ് കിഴക്കൻ അന്റാർട്ടിക് എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക് എന്നും തരംതിരിച്ചിരിക്കുന്നത്. ഈസ്റ്റ് അന്റാർട്ടിക് ആൻഡ് വെസ്റ്റ് അന്റാർട്ടിക് എന്ന് തരംതിരിച്ചിരിക്കുന്നത് ട്രാൻസ് അന്റാർട്ടിക് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ റേഞ്ച് ആണ്. തെക്കേ അമേരിക്ക അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ് എന്ന് പറയുന്നത്. അന്റാർട്ടിക്കിലെ ഏറ്റവും വലിയ പർവ്വതമാണ് വിൻസൻ മാസിഫ്. ഇപ്പൊ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ പർവ്വതം, ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എന്നൊക്കെ പറയുന്നത് പോലെ അന്റാർട്ടിക്കിലെ ഏറ്റതാണ് വിൻസൻ മാസിഫ്. ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നുണ്ട് ഈ നമ്മുടെ അന്റാർട്ടിക്കിലും. ഇവിടുത്തെ കാലാവസ്ഥ വർഷം മുഴുവനും മഞ്ഞുമൂടി കിടക്കുന്ന ഒരു ശീത മരുഭൂമിയാണല്ലേ. ഇന്നത്തെ സസ്യജന്തുജാലങ്ങളെ നോക്കുകയാണെങ്കിൽ ഹിമപാളികളുടെ വിള്ളലുകൾ കാണപ്പെടുന്ന ചില പായൽവർഗ്ഗ സസ്യങ്ങൾ ഒഴിച്ച് അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശം തരിശാണ്. വളരാനുള്ള ഒരു സാഹചര്യമില്ല ചെടികൾക്ക്. ഈ ഭൂഖണ്ഡത്തിന്റെ പല തീരപ്രദേശങ്ങളും പെൻഗ്വിനുകളുടെയും സീലുകളുടെയും ആവാസ കേന്ദ്രം. പെൻഗ്വിൻസിനെ കാണാൻ പറ്റൂല അന്റാർട്ടിക്കിൽ, നമുക്ക് പെൻഗ്വിൻസിനെ കാണാൻ പറ്റും. ഇപ്പോൾ പായലുകൾ ഉണ്ടാകുന്നുണ്ട്, പെൻഗ്വിൻസും സീലുകളും ഈ ഒരു അന്റാർട്ടിക് എന്ന് പറയുന്ന കോണ്ടിനെന്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. ജനജീവിതം നോക്കുകയാണെങ്കിൽ മനുഷ്യവാസം തീരെ ഇല്ലാത്തൊരു ഭൂഖണ്ഡമാണ്. പാരിസ്ഥിതിക സവിശേഷതകളെ കുറിച്ച് ഗവേഷണം നടത്തുന്നവരും സാഹസിക യാത്രകരും മാത്രമേ ഇവിടെ എത്താറുള്ളൂ. അല്ലാതെ നിത്യം അവിടെ ജീവിക്കാനായിട്ട് ഒരു മനുഷ്യനും അവിടെ പോകാറില്ല. ഈ ഒരു
ഇത്രയും തണുപ്പ് മൂടി അല്ലെ ഹിമപാളിയിൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ പഠിക്കാനായിട്ടും അല്ലെങ്കിൽ സാഹസിക ഇതൊക്കെയായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ടാവല്ലോ, അവർ മാത്രമാണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. അടുത്ത കോണ്ടിനെന്റ് യൂറോപ്പ് എന്ന് പറയുന്നത് ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപ്പാത്തിയൻ മുതലായ നിരവധി പർവ്വതങ്ങളാണ് നിരവധി പർവ്വതനിരകളാണ് എവിടെയുള്ളത്? യൂറോപ്പിലുള്ളത്. ലോകത്തിലെ നീളമേറിയ നദികൾ ചിലതായിട്ടുള്ള ഡാന്യൂബ്, ഓൾഗ, റൈൻ എന്നിവയൊക്കെ ഒഴുകുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലാണ്. യൂറോപ്പിൽ ഫലഭൂഷ്ടമായിട്ടുള്ള സമതലങ്ങൾ ഉണ്ട് അല്ലെ, പ്ലെയിൻ ഉണ്ട്, ഗ്രാസ് ലാൻഡ്സ്, പുൽമേടുകളൊക്കെ ഉണ്ട്. കിഴക്കൻ യൂറോപ്പിൽ അതിവിശാലമായ പുൽമേടുകളാണ് സ്റ്റെപ്പി എന്നറിയപ്പെടുന്നത്. കിഴക്കൻ യൂറോപ്പിലാണ് സ്റ്റെപ്പീസ് എന്ന് പറയുന്ന പുൽമേട് ഉള്ളത്. യൂറോപ്പിന്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡ്സ് എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. എന്താണ് ഫിജോർഡ്സ് എന്ന് പറയുന്നത്? ഫിജോർഡ്സ് അല്ലെങ്കിൽ ഫിയോർഡ്സ് എന്ന് പറയുന്നത് ഗ്ലേസിയേഴ്സിന്റെ ഒരു ഇറോഷണൽ ലാൻഡ് ഫോം ആണ് അല്ലെ, ഹിമാനികൾ നിർമ്മിക്കുന്ന ഒരു ഇറോഷണൽ ലാൻഡ് ഫോം ആണ്. അതായത് ഇത് രൂപപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടൽ തീരങ്ങളിലാണ്. അതായത് സാധാരണയായിട്ട് ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്ന പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടും കുത്തനെയുള്ള ചരിവുകൾക്കിടയിലുള്ളതോ ആയിട്ടുള്ള ഇടുങ്ങിയ ഒരു കടൽ തീരം. നോക്കിക്കേ, ഈ ഒരു ഇടുങ്ങിയ കടൽ തീരത്തിനെയാണ് ഫിയോർഡ്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ പൊതുവെ മിതമായിട്ടുള്ള ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഈ വൻകരയുടെ വടക്ക് ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച എന്താണ് സാധാരണമായി ഉള്ളതാണ്. സസ്യജന്തുജാലങ്ങളെ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകളും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങളും ഒക്കെ എന്താണ് ഇവിടെ പ്രസിദ്ധമാണ്, തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. ഇവിടുത്തെ യൂറോപ്പിലെ ചില സസ്യജന്തുജാലങ്ങളെ നോക്കാം. കോർക്ക് ഓക്ക് മരങ്ങൾ, ആൽപൈൻ സ്റ്റെപ്പി പുൽമേട്, അതുപോലെ തന്നെ ലിങ്ക്സ് എന്ന് പറയുന്ന ഈ ഒരു മൃഗം. ജനജീവിതം യൂറോപ്പിൽ പൊതുവെ ഉയർന്ന ജലനിലവാരം അല്ല, നമ്മുടെ ഇവിടെ നിന്നൊക്കെ അല്ല യൂറോപ്പിലോട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ജനജീവിത നിലവാരം പുലർത്തുന്നവരാണ്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകമുള്ള ഒരു ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായിട്ടുള്ള ഏതൻസ്, റോം എന്നിവ യൂറോപ്പിലാണ്. പാരീസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കലാ, ഫാഷൻ, സാങ്കേതികവിദ്യ എന്നിവയിലെ കേന്ദ്രങ്ങളാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ എന്ന കോണ്ടിനെന്റ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ. അതായത് പൂർണ്ണമായും സദേൺ ഹെമിസ്ഫിയറിലാണ് ഈ ഒരു കോണ്ടിനെന്റ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഏറ്റവും വലിയ ഭൂഖണ്ഡമായിട്ടുള്ള ഏഷ്യ ആണെങ്കിൽ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ചെറിയ ഭൂഖണ്ഡമായിട്ടുള്ള ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ പ്രധാന പർവ്വത നിരയാണ് ഏത്? ഡിവൈഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഡെസേർട്ടാണ് ഏതെന്ന്? പ്രധാന മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത് കോറൽ റീഫ്, പവിഴപ്പുറ്റുകളാണ്. മുറേ ഡാർലിംഗ് നദീതീരം ഭൂഖണ്ഡത്തിലെ ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു കാർഷിക മേഖലയാണ്. ഇവിടുത്തെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പ്രദേശം വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒരു ഏരിയയാണ് ഓസ്ട്രേലിയ. ഭൂഖണ്ഡത്തിന് ഉൾപ്രദേശങ്ങൾ പോകുന്നതോറും വരൾച്ചയുടെ തീവ്രത എങ്ങനെയാണ് വർദ്ധിച്ചു വരുവാണ് ചെയ്യുന്നത്. സസ്യജന്തുജാലങ്ങളെ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഒറ്റപ്പെട്ട സ്ഥാനം സസ്യജന്തുജാലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നതിന് കാരണമാകാറുണ്ട്. മാർസുപ്പിയലുകൾ, മുട്ടയിടുന്ന സസ്തനികളും ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഓസ്ട്രേലിയയിലെ ചില സസ്യജന്തുജാലങ്ങളെ നോക്കാം. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗമാണ് മാർസുപ്പിയലുകൾ. ഉദരസഞ്ചിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന കങ്കാരുകളെ പോലെ കൊണ്ടു നടക്കുന്ന ഉദരത്തിൽ ഒരു സഞ്ചി ഉണ്ടാകും, അവിടെയാണ് ഇവരെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത്. കോല എന്നിവ മാർസുപ്പിയലുകൾക്ക് ഉദാഹരണങ്ങൾ. അവയാണ് മാർസുപ്പിയൽസ് എന്ന് പറയുന്നത്. ചില സസ്യജന്തുജാലങ്ങളിലെ മാർസുപ്പിയൽസ് എന്ന് പറഞ്ഞാൽ ഇവയാണ്. ഇവയെ കൂടാതെ മുട്ടയിടുന്ന സസ്തനികളായിട്ടുള്ള പ്ലാറ്റിപ്പസ്, എക്കിഡ്ന ഒക്കെ എവിടെ കാണപ്പെടാറുണ്ട്? ഓസ്ട്രേലിയയിൽ കാണപ്പെടാറുണ്ട്. ഇവിടുത്തെ സസ്യജാലങ്ങളിൽ യൂക്കാലിപ്റ്റസ് മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയുമാണ് ഉൾപ്പെടുന്നത്. സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് യൂക്കാലിപ്റ്റസും വാറ്റിൽ നിന്ന്. അപ്പോൾ ഇതിൽ കൊടുത്ത പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, കോല, യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ ഇതൊക്കെയാണ് അവിടെ കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലെ ചില സസ്യജന്തുജാലങ്ങൾ. ജനജീവിതം നോക്കുകയാണെങ്കിൽ ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്രവിഭാഗർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിനുടമയാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ തുടങ്ങിയ നഗരങ്ങൾ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുമൊക്കെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഇത്രയാണ് ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ, അതായത് SCERT 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററും NCERT 6ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പഠിപ്പിച്ചതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.